ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം. ഇന്ത്യ വിസ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹിന്ദുവിരുദ്ധ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഭാരതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ധാക്കയിലാണ് പ്രതിഷേധം. ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്കുള്ള വിസ നൽകുന്നതിൽ ഭാരതം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതേ തുടർന്നാണല്ലോ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ധാക്കയിൽ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രത്തിന് മുൻപിലാണ് നൂറുകണക്കിന് ബംഗ്ലാദേശ് പൗരന്മാർ വിസ നടപടികൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ ആവശ്യങ്ങൾക്കായി ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു രാജ്യമാണ് ഭാരതം. അത് ചുരുങ്ങിയ ചെലവിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് ആരോഗ്യപരമായി ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ കാര്യങ്ങൾക്കാണെങ്കിലും അതിനപ്പുറത്തേക്ക് തൊഴിൽ മേഖലയിലും ഔദ്യോഗികമായി തന്നെ വിസ എടുത്തുകൊണ്ട് നൂറുകണക്കിന് ബംഗ്ലാദേശികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ എത്തുന്ന രാജ്യമാണ് ഭാരതം. എന്നാൽ അടുത്തിടെ ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ നടന്ന കലാപത്തിന്റെയും ഹിന്ദു വംശഹത്യയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ബംഗ്ലാദേശ് പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നത് ഭാരതം താൽക്കാലികമായി നിർത്തിവെച്ചത്. സംഘർഷങ്ങൾക്കിടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിസ നടപടികൾ ഒരു കാരണവശാലും പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഇന്ത്യൻ എംബസി ചൂണ്ടിക്കാട്ടിയിരുന്നു. കലാപം ഇന്ത്യൻ വിസ പ്രോസസ്സിംഗിനെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെയും ബംഗ്ലാദേശിൽ നിന്നുള്ള മറ്റു രാജ്യങ്ങളിലെ വിസ നടപടികളും ഈ പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വിസ നടപടികൾ ഭാഗികമായി പുനരാരംഭിക്കുന്നുണ്ട്. പക്ഷേ സന്ദേശം ലഭിക്കുന്ന മൊബൈൽ വഴി സന്ദേശം ലഭിക്കുന്ന ആളുകൾ മാത്രമേ എംബസിക്ക് മുൻപിലേക്കോ അല്ലെങ്കിൽ വിസ അപേക്ഷാ കേന്ദ്രത്തിന് മുൻപിലേക്കോ എത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അവിടെ അത്രയും വലിയൊരു കലാപം നടക്കുകയും ഹിന്ദു വംശഹത്യ നടക്കുകയും വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഭാരതം വിസ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇപ്പോൾ ആ വിസ നടപടികൾ പുനരാരംഭിക്കണമെന്നും ഭാരതത്തിലേക്ക് തൊഴിൽ, വിദ്യാഭ്യാസ മേഖലയിലേക്കായി ആളുകൾക്ക് എത്താൻ സാധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബംഗ്ലാദേശ് പൗരന്മാർ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധിക്കുന്നത്. തീർച്ചയായും ബംഗ്ലാദേശിലെ ഇന്ത്യ വിസ സെന്ററിന് മുമ്പിലാണ് ബംഗ്ലാദേശികൾ പ്രതിഷേധിക്കുന്നത്. അവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാരതം ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്.